ഗ്യാസിന്റെ ഈ ഫ്ലെയിം അടിക്കുന്ന സ്ഥലത്ത് അപ്പൊ ചൂട് കാരണം കരിഞ്ഞു പോകാൻ ചാൻസ് ഒന്നുമില്ല അല്ലേ? ഒരിക്കലുമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ പിന്നെ കട്ടിയുള്ള അലുമിനിയം ഷീറ്റ് ചെയ്താൽ പോരെ, ഭാരവും കുറയും ചൂടും ഒരുപോലെ കിട്ടൂലേ? പോരാ, അവിടെയാണ് നമ്മൾ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. അലൂമിനിയം ഒരു സോഫ്റ്റ് മെറ്റലാണ്. അപ്പോൾ നമ്മൾ ഒരു മെറ്റൽ സ്പൂൺ ഉപയോഗിച്ച് ഇതിൽ ഇളക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സ്ക്രാച്ച് ആയിട്ട് അതിന് ചെറിയ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇനി അലൂമിനിയത്തിൻ്റെ പുറത്ത് കോട്ടിംഗ് ഉള്ള ലൈക്ക് നോൺ സ്റ്റിക്ക് പോലത്തെ എന്തെങ്കിലും പാത്രങ്ങളാണെങ്കിൽ തന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പുറത്ത് വീഴുന്ന ഓരോ സ്ക്രാച്ചും ആയിരക്കണക്കിന് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ് നമ്മുടെ ഭക്ഷണത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. ഇത് ക്യാൻസർ പോലുള്ള പല അസുഖങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണ്. നമ്മളെല്ലായിടത്തും കാണുന്നത് 2 തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ആരോഗ്യകരമാണെന്നും അല്ല എന്നും. പക്ഷേ അതിപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ്. അസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അലൂമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യുമ്പോൾ അത് അലൂമിനിയമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള ടോക്സിക് കെമിക്കൽസും ഉണ്ടാകുന്നുണ്ട്. സ്റ്റീലിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഇല്ല. നമ്മൾ ട്രൈപ്ലൈ പാത്രങ്ങളുടെ അകത്ത് വരുന്നത് സർജിക്കൽ ഗ്രേഡ് സ്റ്റീലാണ്. ഇതൊരു നോൺ റിയാക്റ്റീവ് മെറ്റലാണ്. മാത്രമല്ല വളരെ സ്ട്രോങ്ങുമാണ്. നമ്മൾ എന്ത് തരത്തിലുള്ള സ്പൂൺസ് ഉപയോഗിച്ച് സ്ക്രാച്ച് ചെയ്താലും ഇതിൽ സ്ക്രാച്ച് വീഴുകയോ അല്ലെങ്കിൽ ആ മെറ്റൽ പാർട്ടിക്കിൾസ് നമ്മുടെ ഭക്ഷണത്തിൽ കലരാനോ സാധ്യതയില്ല.